प्यारे दोस्तों, गुलदस्ता हिंदी चैनल पर सबका स्वागत है. ഇന്ന് നമുക്ക് സ്വരാക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു വർക്ക്ഷീറ്റ് പരിചയപ്പെടാം. ഇതുവരെ നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചു. ആ സ്വരാക്ഷരങ്ങളുടെ അതിനനുസരിച്ചുള്ള മലയാള അക്ഷരങ്ങളും ഒന്ന് മനസ്സിലാക്കുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന വർക്കുകൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഉത്തരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അവരെ നോക്കുക. എല്ലാവരും എഴുതിയിട്ടുള്ള ഉത്തരങ്ങളൊക്കെ ശരിയാണെന്ന് പരിശോധിക്കുക. ഇതായിരുന്നു നാം അവസാനം ചെയ്ത വർക്ക്. ഇനി നമുക്ക് ഇന്നത്തെ വർക്ക്ഷീറ്റിലേക്ക് കടക്കാം. ആദ്യത്തെ വർക്ക് പെഹല അക്ഷർ ലിഖേ. ഇതിൽ കൊടുത്തിട്ടുള്ള ഓരോ ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളുടെ അതിൽ ഹിന്ദിയിൽ പറയുന്ന പേരുണ്ടല്ലോ, അതിലെ ആദ്യത്തെ അക്ഷരം എഴുതുക. ഇനി നമുക്ക് അടുത്ത വർക്ക് നോക്കാം. പഠേം ഓർ ലിഖേം. വായിക്കാം, എഴുതാം. അതായത് ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വേർഡുകൾ അനാർ, ആം, ഇംലി, അതിൽ ആദ്യത്തെ അക്ഷരം അത് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് കുത്തുകൾ ഇട്ടിട്ട് കുട്ടികൾക്ക് എഴുതി കൊടുക്കാം. അതേപോലെ അടുത്ത വർക്കാണ് സഹി സ്വർ ചുൻകർ ലിഖിയം. ശരിയായ സ്വരാക്ഷരം എടുത്ത് എഴുതാനാണ്, ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുക. മറ്റൊന്ന് സ്വരോം കെ സഹി ക്രമ ബിന്ദു മിലാക്കർ ചിത്ര പൂരാക്കരെ. കുറേ പോയിന്റ് കുത്ത് ഇട്ടിട്ടുണ്ട്. അതിൽ ഓർഡറിൽ എഴുതുക, ആ മുതൽ ആ വരെ. സമാൻ അക്ഷരോം സെ ശുരു ഹോനെ വാലെ ചിത്രോം കോ ആപ്പസ് മേ മിലായേ. ഒരേ അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന ചിത്രങ്ങളെ പരസ്പരം കൂട്ടിച്ചേർക്കാനാണ്. അമരൂദ്, അനാർ, അങ്ങനെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും തുടക്കാക്ഷരം ആ എന്നാണല്ലോ. അതേപോലെ ഉചിത് ചിത്ര ഢൂണ്ട്കർ ചിത്രമേ ഗോല ലഗായേ. ഉചിതമായ ചിത്രം കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ചിത്രത്തിൽ വട്ടം വരക്കാനാണ്. ഐ എന്നുള്ളത് ഐന്. അതേപോലെ നമൂനയ്ക്ക് അനുസാർ ലിഖേം. മാതൃക അനുസരിച്ച് എഴുതാനാണ്. ആം എന്നുള്ളതിൽ ആദ്യത്തെ അക്ഷരം ആ, അത് എഴുതാൻ സഹായകമായ രൂപത്തിൽ കുത്തുകൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എഴുതി പഠിക്കാവുന്നതാണ്. അതേപോലെ അവസാനത്തെ ഒരു വർക്കാണ് രക്തസ്ഥാനത്തിൽ പൂർത്തീകരണം. വിട്ട ഭാഗത്ത് അവിടെ പൂരിപ്പിക്കാനാണ്. ആ ഓർഡറിൽ സ്വരാക്ഷരങ്ങൾ എഴുതി പഠിക്കാൻ സഹായകമാകുന്നു. ആ കഴിഞ്ഞിട്ട് അടുത്ത രണ്ടെണ്ണം വിട്ടിട്ടുണ്ട്. പിന്നെ ഈ അങ്ങനെ ഓരോ വിട്ട ഭാഗത്ത് അവിടെ സ്വരാക്ഷരങ്ങൾ ചേർക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഹിന്ദിയിലെ ചിഹ്നങ്ങൾ പഠിക്കാം. ഓക്കെ, സബ്കോ ധന്യവാദ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അതുവഴി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്താൻ അത് ഉപകരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുമല്ലോ.